ഇന്ത്യയിലെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ചരിത്രപരമായ ഒരു വഴിത്തിരിവിലാണ് നിൽക്കുന്നത്. പദ്ധതിയുടെ പേര് മാറ്റുന്നതടക്കം വിപുലമായ ഭേദഗതികളുമായി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പുതിയ ബിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. 2005-ൽ UPA സർക്കാരിൻ്റെ കാലത്ത് നിയമമായ ഈ പദ്ധതി കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കോടിക്കണക്കിന് ഗ്രാമീണ കുടുംബങ്ങൾക്ക് ജീവിതമാർഗമായിരുന്നു. എന്നാൽ ഇപ്പോൾ VBG റാംജി എന്ന പുതിയ പേരിലേക്ക് മാറുമ്പോൾ പദ്ധതിയുടെ ഘടനയിലും സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളിലും വലിയ അഴിച്ചുപണികളാണ് നടക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ വർഷത്തിൽ 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഇത് വലിയ പങ്കുവഹിച്ചു. എന്നാൽ പദ്ധതിയുടെ നടത്തിപ്പിലെ സുതാര്യതക്കുറവ്, വേതനം ലഭിക്കുന്നതിലെ കാലതാമസം, സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള സാമ്പത്തിക വിഹിതത്തിലെ തർക്കങ്ങൾ എന്നിവ കാലങ്ങളായി ചർച്ചയായിരുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പദ്ധതിയെ കൂടുതൽ കാര്യക്ഷമമാക്കാനുമാണ് പുതിയ ഭേദഗതികൾ കൊണ്ടുവരുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. പുതിയ ബില്ലിലെ മാറ്റങ്ങൾ പരിശോധിക്കുമ്പോൾ ഗുണഭോക്താക്കൾക്ക് സന്തോഷം നൽകുന്നതും എന്നാൽ സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ വെല്ലുവിളിയാകുന്നതുമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ കാണാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പദ്ധതിയുടെ നാമകരണം തന്നെയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നത് മാറ്റി ഇനി മുതൽ VBG റാംജി എന്നായിരിക്കും അറിയപ്പെടുക. കൂടാതെ നിലവിലെ 100 തൊഴിൽ ദിനങ്ങൾ എന്നത് 125 ദിവസമായി ഉയർത്താനും പുതിയ ബിൽ ശുപാർശ ചെയ്യുന്നു. ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനകം വേതനം നൽകണമെന്നും വൈകിയാൽ തൊഴിൽ രഹിത വേതനം നൽകണമെന്നും ഉള്ള കർശനമായ വ്യവസ്ഥയും ഇതിലുണ്ട്. ഈ ബില്ലിലെ ഏറ്റവും വലിയ സാമ്പത്തിക ചർച്ചാ വിഷയം കേന്ദ്ര സംസ്ഥാന വിഹിതത്തിലെ മാറ്റമാണ്. ഇതുവരെ പദ്ധതി ചെലവിൻ്റെ ഭൂരിഭാഗവും കേന്ദ്രമായിരുന്നു വഹിച്ചിരുന്നത്. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാരുകൾ 40% തുക കണ്ടെത്തേണ്ടി വരും. നേരത്തെ കേന്ദ്രവിഹിതം 90% അത് 60% കുറച്ചു. ഇത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ സാരമായി ബാധിച്ചേക്കാം. 10% മാത്രം നൽകിയിരുന്ന സ്ഥാനത്ത് 40% നൽകേണ്ടി വരുന്നത് സംസ്ഥാന ഖജനാവിന് വലിയ ഭാരമാകും. എങ്കിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100%വും വടക്ക് കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ 90%വും കേന്ദ്രം തന്നെ വഹിക്കുന്നത് തുടരുകയും ചെയ്യും. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ 125 ദിവസത്തെ തൊഴിൽ ലഭിക്കുന്നത് വലിയ ആശ്വാസമാണ്. ഇത് ഗ്രാമീണ മേഖലയിലെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വേതനം കൃത്യസമയത്ത് ലഭിക്കണമെന്ന നിയമപരമായ ഉറപ്പും ഉദ്യോഗസ്ഥ തലത്തിലുള്ള അനാസ്ഥ കുറയ്ക്കാൻ സഹായിക്കും. എന്നാൽ കേന്ദ്രം നിർദ്ദേശിക്കുന്ന പഞ്ചായത്തുകളിൽ മാത്രമേ പദ്ധതി നടപ്പാക്കാൻ സാധിക്കൂ എന്ന പുതിയ വ്യവസ്ഥ ഗ്രാമപഞ്ചായത്തുകളുടെ സ്വയംഭരണാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായി ചില വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ഇത് രാഷ്ട്രീയപരമായി വരും ദിവസങ്ങളിൽ വലിയ തർക്കങ്ങൾക്ക് ഇടയാക്കിയേക്കാം. കാർഷിക മേഖലയുമായുള്ള തൊഴിലുറപ്പ് പദ്ധതിയുടെ ബന്ധത്തിലും പുതിയ മാറ്റം പ്രതിഫലിക്കുന്നുണ്ട്. ഭേദഗതി പ്രകാരം വിളവെടുപ്പ് കാലത്ത് തൊഴിലുറപ്പ് ജോലികൾ അനുവദിക്കില്ല. പല ഗ്രാമീണ മേഖലകളിലും വിളവെടുപ്പ് സമയത്ത് തൊഴിലാളികൾ തൊഴിലുറപ്പ് ജോലികൾക്ക് പോകുന്നതിനാൽ കൃഷിപ്പണിക്ക് ആളെ കിട്ടാത്ത സാഹചര്യം നിലനിന്നിരുന്നു. ഇത് കർഷകർക്ക് ഗുണകരമാകുമെങ്കിലും തൊഴിലാളികൾക്ക് ആ സമയത്ത് കൃഷിപ്പണിയെ മാത്രം ആശ്രയിക്കേണ്ടി വരും. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാണ് ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. പദ്ധതിയുടെ പേര് മാറ്റുന്നതിനെതിരെ പ്രതിപക്ഷം ഇതിനോടകം കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. രാഷ്ട്രപിതാവിൻ്റെ പേര് മാറ്റുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഇവരുടെ ആരോപണം. കൂടാതെ സംസ്ഥാന വിഹിതം വർദ്ധിപ്പിച്ചത് പദ്ധതിയെ സാവധാനം തളർത്താനാണെന്നും അവർ വാദിക്കുന്നു. ഫണ്ട് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ പല സംസ്ഥാനങ്ങളും പദ്ധതി പരിമിതപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന ആശങ്കകളും ശക്തമാണ്. കേന്ദ്രം നിശ്ചയിക്കുന്ന പഞ്ചായത്തുകളിൽ മാത്രം ജോലി എന്ന വ്യവസ്ഥ ചില പ്രത്യേക മേഖലകളിലേക്ക് മാത്രം ഫണ്ട് കേന്ദ്രീകരിക്കാൻ ഇടയാക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഈ പൊളിച്ചെഴുത്ത് ഗ്രാമീണ ഭാരതത്തിൻ്റെ സാമ്പത്തിക ഘടനയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. 125 തൊഴിൽ ദിനങ്ങളും കൃത്യമായ വേതനവും തൊഴിലാളികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും സംസ്ഥാനങ്ങളുടെ മേൽ വന്നു ചേരുന്ന സാമ്പത്തിക ബാധ്യത പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സമാകുമോ എന്ന് കണ്ടറിയണം. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സഹകരണം ഈ പദ്ധതിയുടെ വിജയത്തിൽ നിർണായകമാകും. VBG റാംജി എന്ന പുതിയ പേരിൽ അറിയപ്പെടുന്ന ഈ പദ്ധതി ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുമോ എന്ന ചോദ്യത്തിന് വരും വർഷങ്ങൾ തീർച്ചയായും ഉത്തരം നൽകും.